കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 400 സീറ്റും മൂന്നാം വട്ടവും അധികാരം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോകുന്ന BJP നേതൃത്വത്തെ സർവേ റിപ്പോർട്ടുകൾ ആശങ്കയിലാക്കുന്നു. ഉത്തരേന്ത്യയിലെ നിലവിലുള്ള സീറ്റുകൾ കുറയുമെന്നാണ് സർവേ ഫലങ്ങൾ. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകളെങ്കിലും കുറഞ്ഞേക്കാം. സർവേ ഫലങ്ങളെ തുടർന്ന് സ്ഥിതിഗതികൾ BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വിലയിരുത്തി. പ്രധാനമന്ത്രിയെ പരമാവധി മണ്ഡലങ്ങളിൽ എത്തിക്കാനും പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കാനും തീരുമാനിച്ചതായി അറിയുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സെന്ന് വ്യക്തമാക്കുന്നതാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി നടത്തിയ സർവേ ഫലം. ഇതിൽ പങ്കെടുത്ത 79% ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തെ പിന്തുണച്ചു. എല്ലാ പൊതു തിരഞ്ഞെടുപ്പുകൾക്കു മുൻപും ശേഷവും CSDS നടത്തുന്ന CSDC ലോക്നീതി സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരികമായ ജനാഭിപ്രായ കണക്കുകളിലൊന്നാണ്. ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന സർവേയിൽ അഭിപ്രായപ്പെട്ടത് 10% പേർ മാത്രമാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും വിധം ഇടിയുന്നുവെന്നാണ് സർവേയിലെ മറ്റൊരു കണ്ടെത്തൽ. 2019 78% ആളുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 42% ഇടിഞ്ഞു. 58% ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ടും ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും സർവേയിലെ കണ്ടെത്തലാണ്. ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനായേക്കുമെന്ന് 45% പേർ കരുതുന്നു. അതേസമയം കൂടുതൽ പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് നരേന്ദ്രമോദിയെയാണ്. 48%. രാഹുൽ ഗാന്ധിയെ 27% പേർ പിന്തുണയ്ക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയെ 56% പേർ പിന്തുണച്ചപ്പോൾ 49% പേർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. 2019 65% പേർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നെങ്കിൽ ഇപ്പോഴത് 57% കുറഞ്ഞു. അതൃപ്തരുടെ എണ്ണം 30% 39% വർദ്ധിച്ചു. 100 പാർലമെന്റ് മണ്ഡലങ്ങളിലും 100 നിയമസഭാ മണ്ഡലങ്ങളിലും 400 പോളിംഗ് സ്റ്റേഷനുകളിലുമാണ് സർവേ നടത്തിയത്.